മഹാവിഷ്ണുവിന്റെ 9ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ ജന്മദിവസമാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയായി ആചരിക്കുന്നത്. ചിങ്ങമാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഈ പുണ്യദിനം കൃഷ്ണാഷ്ടമി, ഗോകുലാഷ്ടമി, അഷ്ടമി രോഹിണി, ശ്രീകൃഷ്ണ ജയന്തി, ജന്മാഷ്ടമി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. കേരളത്തിൽ രോഹിണി നക്ഷത്രം വരുന്ന ദിവസവും മറ്റു സംസ്ഥാനങ്ങളിൽ അഷ്ടമി വരുന്ന ദിവസവുമാണ് കൃഷ്ണ ജന്മാഷ്ടമി ആഘോഷിക്കുന്നത്. ദ്വാപരയുഗത്തിൽ ജന്മാഷ്ടമി ദിവസം അർദ്ധരാത്രിയാണ് ശ്രീകൃഷ്ണൻ ജനിച്ചതെന്നാണ് വിശ്വാസം. അതിനാൽ അഷ്ടമി രോഹിണി ദിവസം അർദ്ധരാത്രി ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും പ്രാർത്ഥനയും നടക്കും. കുട്ടികളെ കൃഷ്ണവേഷം അണിയിച്ച് ഘോഷയാത്രകൾ നടത്തിയും ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജ നടത്തിയുമൊക്കെയാണ് ആഘോഷങ്ങൾ. വസുദേവന്റെയും ദേവകിയുടെയും മകനായി മധുരയിൽ ശ്രീകൃഷ്ണൻ ജനിച്ചുവെന്നാണ് ഐതിഹ്യം. കൃഷ്ണാഷ്ടമി ദിവസം ഭക്തർ അതിരാവിലെ തന്നെ കുളിച്ച് പൂജാമുറിയും വീടും പരിസരവുമെല്ലാം വൃത്തിയാക്കി പ്രത്യേകം അലങ്കരിക്കും. കൃഷ്ണപ്രതിമ മഞ്ഞക്കോടി ധരിപ്പിച്ച് അണിയിച്ചൊരുക്കി പൂക്കൾ അർപ്പിക്കും. പലതരം മധുര പലഹാരങ്ങൾ, പഞ്ചാമൃതം, പായസം തുടങ്ങിയ നിവേദ്യങ്ങൾ ഭക്തർ കൃഷ്ണനായി അർപ്പിക്കും. കൃഷ്ണക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ജന്മാഷ്ടമി ഉത്സവം ആഘോഷിക്കപ്പെടാറുണ്ടെങ്കിലും ഏറ്റവും വലിയ ആഘോഷങ്ങൾ നടക്കുന്നത് മധുരയിലും വൃന്ദാവനത്തിലുമാണ്. ജന്മാഷ്ടമിയുടെ അടുത്ത ദിവസം ദഹിഹണ്ഡി എന്ന ചടങ്ങും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പതിവാണ്. സ്നേഹത്തിന്റെയും ധർമ്മത്തിന്റെയും സന്ദേശം ഉൾക്കൊള്ളുന്നതാണ് ഓരോ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളും. വ്രതശുദ്ധിയുടെ നിറവിൽ മനസ്സിലും ചുണ്ടിലും കൃഷ്ണമന്ത്രം ഉരുവിട്ട് ഭക്തർ ശ്രീകൃഷ്ണ ലീലകൾ അനുസ്മരിക്കുന്ന ദിനം കൂടിയാണ് ജന്മാഷ്ടമി.